എത്ര നാൾ അവളുടെ പിന്നാലെ നടക്കാൻ പോകുന്നത്? നീ എപ്പോഴാ സംസാരിക്കുന്നത്? അത് അവൾ എന്നെക്കാളും കുറച്ച് റേഞ്ച് കൂടുതലല്ലേ അളിയാ, അതുകൊണ്ടാണ് സംസാരിക്കുന്ന ഒരു മടി. ഒരു പ്രാവശ്യം സംസാരിക്കുക ഇത്രയധികം ആലോചിക്കുന്നത് എന്തിനാടാ? അവളും പെണ്ണ് തന്നെയല്ലേ, എന്നിട്ട് ഇങ്ങനെ പേടിച്ചാലോ? അളിയാ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്ററിൽ പ്രത്യേകം ശ്രദ്ധിച്ചാലേ വലിയ മാറ്ററൊക്കെ വരുമ്പോൾ നമുക്ക് ബോൾഡ് ആവാൻ പറ്റൂ. ഡാ, നീ എന്താ ക്ലാസ്സിൽ പറഞ്ഞത്? അമ്പലത്തിൽ പോയതാ? അയ്യോ, തമാശ വിടലേ. അല്ലളിയ, ഒരു ശാന്തത, സമാധാനം, ഉണർവ് ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് പോയത്. എന്റെ പൊന്നളിയാ, ഇനി തൊട്ട് ഞാൻ അമ്പലത്തിലേ പോകുന്നില്ലടാ, എന്നെ ഒന്ന് വെറുതെ വിട്. എന്താളിയാ, നിനക്ക് മോശം കിട്ടിയാ? ശരി, അത് പോട്ടാ. നമുക്ക് ടെറസിന് മേളിൽ ബിയർ അടിക്കാം. ഞാനടാ പടത്തിന് പോകണം. ആരുടെ കൂടെ? എടാ, ആ ഗോകുലും ഫ്രണ്ട്സും ഒക്കെ ഇല്ലേ? ആ തല്ലിപ്പൊളി കൂട്ടത്തിൽ നീ എന്തിനാടാ വെറുതെ പോകുന്നത്? എടാ, അമ്പലത്തിൽ ഒരു പെണ്ണ്. ചേച്ചി അങ്ങനെ ഒന്നുമില്ലടാ, അവര് വിളിച്ചു പോവാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ശരി വരട്ടെ, വേടാ, പിന്നെ കാണാം. അവ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യാം. പിന്നെ നമ്മൾ വലിയ യോഗ്യമാരല്ലേ, അവനെ നമ്മൾ ഒഴിവാക്കിയിട്ടല്ലടാ കറങ്ങുന്നത്. അല്ലെങ്കിൽ നിനക്ക് അവനോട് അല്പം സ്നേഹം കൂടുതലാണ്, പക്ഷെ അവന് നിന്നോട് അങ്ങനെ സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറൊന്നുമില്ലടാ, എന്റെ ഫീലിങ്സ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, അവനത് പറയില്ല, അത്രേ ഉള്ളൂ. നീ വെറുതെ മണ്ണനെ പോലെ സംസാരിക്കും. വണ്ടി നിർത്ത്. എന്താടാ? അതല്ല വെള്ളക്കാരി. എടാ പോടാ, പോയി സംസാരിക്കും. പറ്റിയ ചാൻസാ. വേണ്ടളേ. എടാ, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ വലിയ കാര്യം വരുമ്പോൾ ഈസി ആവുള്ളൂ. നീ ആദ്യം അവളോട് പോയി പേര് ചോദിക്കും. ഒന്നുകിൽ പേര് പറയും, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും. വേറെ എന്താടാ സംഭവിക്കാൻ പോകുന്നത്? ചെല്ല്, പോയി സംസാരിക്കും. പോയി സംസാരിക്കും. നമ്മള് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വെച്ച് കാണാറുണ്ട്. പേരെന്താ? നെയിം? ഒരു ദിവസം എത്ര പേരെന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നറിയോ? എത്ര പേരെന്നോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടെന്നറിയോ? എത്ര പേരെന്നോട് നമ്പർ ചോദിക്കാറുണ്ടെന്നറിയോ? ഇഫ് ഐ ഹാവ് ടു ഗിവ് നമ്പർ ടു എവ്രി വൺ, വാട്ട് ഡസ് ദാറ്റ് മേക്ക് മീ? ധൈര്യമായിട്ട് വന്ന് പേര് ചോദിക്കുന്നു. അവൻ എൻ്റെ ഫ്രണ്ടല്ലേ? പോയി ചോദിക്കടാന്ന് പറഞ്ഞ് അവനല്ലേ നിന്നെ ധൈര്യം തന്ന് അയച്ചത്? പ്ലീസ് ഗോ. നീ എന്താ പറഞ്ഞേ? ഒന്നുകിൽ പേര് പറയും, അല്ലെങ്കിൽ പറ്റില്ലെന്ന് പറയും. വേറെ എന്താ സംഭവിക്കാൻ പോകുന്നല്ലേ? അതൊഴിച്ച് അവള് ബാക്കി എല്ലാം പറഞ്ഞിടാ. ശരി ശരി, പോട്ടെ ബ്രോ. അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ, നിനക്ക് സെറ്റാവില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചത്. അളിയ, ഇപ്പോഴൊക്കെ നിന്റെ കോമഡി ടൈമിങ് ഒരു രക്ഷയില്ല അളിയ. അത് നോക്കി, ഈ വെള്ളക്കാരിക്ക് ഇവിടെ എന്താ കാര്യം? അവള് രേവതിയെ കാണാൻ വന്നായിരിക്കും. എന്നെ ഫോളോ ചെയ്ത് വന്നതായവൻ. അവള് ഭയങ്കര അഹങ്കാരിയുടെ. അല്ല പിന്നെ മര്യാദയ്ക്ക് പറഞ്ഞാ കേക്കില്ല. ഇപ്പോ എനിക്ക് സൗന്ദര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്പർ ചോദിക്കുന്നുണ്ട് എന്നെനിക്ക് പറയാൻ പറ്റും. ഏയ്, വാട്ട് ഹാപ്പൻ ബ്രോ? എന്താടാ? ഇല്ലല്ലേ, നീ ഭയങ്കര സീരിയസ് ആയിട്ട് പറയില്ല, എനിക്ക് കോമഡി ആയിട്ട്. Hey, what is wrong with you? എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്? Are you mad? നിക്കടി, മിണ്ടാതിരിക്കേ. അന്ന് ഞാൻ പറഞ്ഞതല്ലേ ഈ നമ്പർ എന്നോട് ഇറക്കണ്ടാന്ന്. Aren't you ashamed? Stalking a girl? ഇനി എന്നെ ഫോളോ ചെയ്ത പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. Don't follow me. ഇവന് ഈ കോളനിയിലുള്ളതാ. ഞാൻ ഇതുവരെ ആരെയും ഫോളോ ചെയ്തിട്ടില്ല, നിന്നെ ഫോളോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുമില്ല. എന്നാൽ നീ ഫോളോ എന്ന് ഇത്രയും പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് എനിക്ക് നിന്നെ ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഞാൻ നിന്നെ ഫോളോ ചെയ്തിരിക്കും. 4 പ്രാവശ്യം അമ്പലത്തിൽ വെച്ച് കണ്ടു, പേരെന്താന്ന് ചോദിച്ചു. അതിനെക്കാട്ടി ഞാൻ എങ്ങനെ ഡീസൻ്റ് ആയിട്ട് പെരുമാറും? നീയാണെങ്കിൽ പിന്നെ എന്നെ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയോ? എൻ്റെ വീട് എവിടെയാണെന്ന് അറിയോ? എൻ്റെ പേരെന്താണെന്ന് അറിയോ? എന്നെ മൈക്കിൾ ജാക്സൺ വിളിച്ച കാര്യം അറിയോ? എന്നെ ജാക്കി ചാൻ വിളിച്ച കാര്യം അറിയോ? നിന്നെ കണ്ടു ഒരു രക്ഷയും. എന്നാൽ ഇത്രയും സൗന്ദര്യമുള്ളൊരു പെണ്ണിന് കുറച്ച് അഹങ്കാരമൊക്കെ ആവാം, ഒരു തെറ്റുമില്ല. നീ വാളിയ തകതകയെന്നെരിയും വയസ്സ് പെട്ടപ്പെട്ടക്കാണ് എൻ്റെ മനസ്സ്. കടൽ തിര പോലേറുകയായി മനസ്സ് പട്ട ഹൃദയത്തിലെ ഡ്രംസ്. തകതകയെന്നെരിയും വയസ്സ് പെട്ടപ്പെട്ടക്കാണ് എൻ്റെ മനസ്സ്. കടൽ തിര പോലേറുകയായി മനസ്സ് എന്തിനാ നിന്റെ അച്ഛനും ഇതിനോട് ഇങ്ങനെ ചെയ്തേ? നിന്റെ പേരെന്താ? ജബേഷ്. അച്ഛന്റെ പേര് സുമേഷ് എന്നാ. ഇത്തിരി കടുപ്പുള്ള സൈസാ ബ്രോ. അളിയ, എന്റെ ആളല്ലേ അളിയ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കളിയാ പ്ലീസ് അളിയ. ശരി, ഓക്കെ, റെഡി. ഈ ചക്കെന്നു പറഞ്ഞാൽ കൊക്കെന്നു കേൾക്കും, കിക്കുള്ള മനസ്സിനെ കക്കും കിക്കുയിൽ. ഈ പട്ടിന് മനസ്സൊന്നു ഞെട്ടി വിറച്ചാൽ നട്ടും പൊട്ടും മെട്ടും പൊട്ടുമേ. ഈ പട്ടണ വട്ടമലഞ്ഞാൽ
ഞാൻ അവൻ ടപ്പെന്നു നോക്കുന്നത് പാകും ഈ മനസ്സും എടാ, മനസ്സും ആ രേവതി എന്നെ ഉടഞ്ഞാൽ നോക്കടാ. ഞാൻ അവൻ ടക്കെന്നു ഫ്രണ്ടിനെ നോക്കാൻ ഫ്യൂസാകും ഏൽപ്പിച്ചതാ. ഈ പൊട്ടു തൊടുന്നത് കണ്ടു രസിച്ചാൽ പൊട്ട മനസ്സും കട്ടോണ്ടോടുമേ പോലീസിനെ വിളിക്കണം ഞാൻ. തനിക്ക് നമ്പർ വേണം? വാട്ട്? പോലീസ് നമ്പർ എന്റെ നമ്പർ എന്ന് വിചാരിച്ചോ? കിളിയായി ചില്ലയിൽ വന്ന് തെല്ലു ചിലച്ചാൽ ഷോക്ക് അടിക്കുമേ വാട്ട്സ് റോങ് വിത്ത് യു? ഒന്നുമില്ല. ഇതിനേക്കാളും നിനക്ക് അവന്റെ കൂടെ ബൈക്ക് വരായിരുന്നില്ലേ? Hey, let's go. ഏയ് സ്റ്റോപ്പ്. Is that okay? We can go right? ചെരുപ്പിട്ട് അകത്ത് കയറാൻ പാടില്ല. അപ്പൊ ഇവിടെ അഴിച്ചിട്ട് കയറടാ. അതെ അതെ, ഹലോ. അയക്കളിയാ. ഷൂസ് ആണ് അലൗഡ്. ഹലോ, കാശ് കൊടുത്ത് കറക്റ്റ് ചെയ്യാന്ന് നീ എന്നോട് പറയണ്ട. അക്കൗണ്ട് കറക്റ്റ് ആക്കിയിട്ട് ഓഡിറ്റർ ചെന്ന് കാണാൻ പറ. ഓഫീസറെ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഡാ, 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 ഡാ. എന്ത് പടാ അകത്തോട്ടും പുറത്തോട്ടും കയറി ഇറങ്ങി നടക്കുന്നത്? എവിടെ പോവാ? അച്ഛൻ പോകുന്നത് ഞാൻ ചോദിക്കാറുണ്ടോ? ഇല്ല. ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? വാളിയാ പോ. നല്ല ലോജിക്കാണ് അത്. ഹലോ, ഇന്നു മുതൽ ഇനി എന്നോട് ചോദിക്കണ്ട. എങ്ങനെയാണ് നിനക്ക് പറ്റുന്നേ അച്ഛനെ എതിർത്ത് സംസാരിക്കാൻ? എന്റെ അളിയ, അച്ഛന്റെ പ്രായത്തിൽ അച്ഛൻ 1008 ജോലി ഉണ്ടാവും. അതുപോലെ നമ്മുടെ പ്രായത്തിൽ നമുക്കും 1008 ജോലി ഉണ്ടാവും. നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മുടെ കാര്യത്തിൽ അച്ഛനും തലയിടാൻ പാടില്ല, അച്ഛന്റെ കാര്യത്തിൽ നമ്മളും തലയിടാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല അച്ഛന് പ്രശ്നമൊന്നുമില്ല അളിയ. നിന്റെ അച്ഛന്റെ സ്വഭാവം നല്ലതാ, ആ. പക്ഷെ പുള്ളിക്ക് മറവി കുറച്ച് കൂടുതലാ. ഒരു ദിവസം എന്നെ മുസ്തഫ എന്ന് വിളിച്ച സംസാരിച്ചോണ്ടിരുന്നത്. ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാൻ പോയില്ല. എന്ത് ചെയ്യാൻ അളിയ, ഞാൻ എത്ര പ്രാവശ്യം ഡോക്ടറെ കാണാൻ വേണ്ടി പറഞ്ഞ പുള്ളിക്കാരൻ കേൾക്കുകയില്ല. പോരാത്തതിന് ഗവൺമെന്റ് ഓഫീസിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. ശരിയാ. എവിടെയാ അവര്? ഇത് അവരെവിടെയെങ്കിലും ആകട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു ബിയറെങ്കിലും വാങ്ങിച്ചതാ. ചുമ്മാ നിന്നിട്ട് ബോറടിക്കാം. അളിയ, 600 രൂപ ഉണ്ടാ ആൾക്ക് 6 ബിയർ വെച്ച്. നമ്മളിപ്പോ അടിച്ച് പൊളിക്കാൻ പോകല. ആദ്യം നമുക്കൊന്ന് മെനു കാർഡ് നോക്കിയാ. അത് കറക്റ്റാ. ഹലോ, മെനു കാർഡ്. ഇത്രയും കാശ് നമ്മൾ എങ്ങനെ ചെലവാക്കൂടാ? ബ്ലഡി ഫൂൾ. എന്താടാ എല്ലാത്തിന്റെ വില 500 1000 ആണല്ലോ. ഇവിടെ എന്തോ 20 രൂപയ്ക്ക് കാണിക്കുന്നു. ഒരു കുപ്പി വെള്ളത്തിനാണ്. അളിയ നോക്ക് നോക്ക് നോക്ക്, 200 രൂപയ്ക്ക് ഒരു ബിയർ. 200 രൂപയുടെ ബിയർ 2 എണ്ണം. ഇതെന്തുവാടാ? 6 ബിയർ എന്ന് പറഞ്ഞിട്ട് 1/2 ബിയറാണല്ലോ. ഇത് കുടിച്ചിട്ട് എന്താടാ പ്രയോജനം? അളിയ, കിട്ടിയത് കുടിയടാ. നമ്മൾ ഇതിനാണോ വന്നത്? ഞാൻ അവിടെ കാണാൻ വേണ്ടി വിഷമിച്ചിരിക്കാൻ. അളിയ അളിയ നോക്ക്. ഇവള് നമ്മളെ നോക്കുന്നേ, എന്നിട്ട് കാണാത്ത പോലെ നടിക്കുക. ഇവള് എന്തിനാ എങ്ങനെ ചെയ്യുന്നെന്നാ മനസ്സിലാവാത്തെ. എടാ, ഏതോ ഒരുത്തിനും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എന്താണ് നിന്റെ പ്രോബ്ലം? ഒന്ന് പോടാ, ജാട കാണിക്കാതെ. ഹലോ, ലുക്ക് ഹിയർ. എന്തിനാണ് എന്റെ ഫ്രണ്ടിനെ നോക്കുന്നത്? ഏയ്, നീ ആരുടെ പത്രമാ കൈവയ്ക്കുന്നെ? വിടാൻ. നീ കൈയെടുക്കാൻ, കൈയെടുക്കാൻ. ഏയ്, ഐജിയുടെ മോനത്. വിട്ടോ വിട്ടോ, ഐജിയുടെ മോൻ. വിട്ടോ വിട്ടോ, പോട്ടെ പോട്ടെ പോട്ടെ. പോ പോ പോ. കോൺസ്റ്റബിളിന്റെ മോനെന്ന് പറഞ്ഞാലേ പേടിക്കും. പിന്നെ എന്തിനാ ഐജി എന്ന് പറയുന്നത്? Hey, ആരാ നിന്നെ അകത്ത് I കയറ്റിയത്? know him. What's wrong ഐജിയുടെ with മോനാണെന്ന് പറഞ്ഞാൽ ഞാൻ this? They're പേടിക്കും. friends. നിന്റെ ഫ്രണ്ട്സ് ചീപ്പ് ലോക്കൽസ്. ഏയ്, ആരടാ ചീപ്പ്? 200 രൂപ കൊടുത്ത് 2 ബിയറാ മേടിച്ചേ. നമ്മളെന്താ അത്രയ്ക്ക് ചീപ്പാ ബ്രോ? ഹേയ്, ഇമ്മ വെട്ടാതെ നോക്കുന്നുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണാകുമ്പോൾ ആരാ ഫോളോ ചെയ്യാതിരിക്കുക? സൗന്ദര്യമുള്ള ഏത് പെണ്ണിനെ കണ്ടാലും ഈ വിധം നോക്കൂ. ഓഫ് കോഴ്സ്, അതെ. പക്ഷെ സൗന്ദര്യമുള്ള പെണ്ണല്ല ഒരിക്കലും നീയാവില്ലല്ലോ. അളിയ, ബിയർ കിട്ടും. ഇത് എങ്ങനെയാടാ ബ്രോ? നീ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണോ? ബിയർ കിട്ടാറോ? ബ്രോ, എന്റെ ബിയർ ആ ചാടക്കാരൻ തട്ടിയിട്ടിട്ട് പോയി. ഞാൻ നിന്റെ ബിയർ എടുത്തോട്ടെ ബ്രോ? ഇല്ലടാ, എന്റേത് അല്ല, നിന്റെ എടുത്തോട്ടെ. ചുമ്മാ ഇരടാ. ബ്രോ ബ്രോ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? പിടി. താങ്ക്സ്. എവിടെ അവള്? കാണുന്നില്ലടാ. എടാ, ബിയർ. സർ അതെ പ്ലീസ്. അതെ, അങ്ങോട്ട് മാറി നിൽക്ക്. അടുത്തേക്ക് വരണ്ട. Please, sir. ലൈസൻസും RC ബുക്കും ഒക്കെ എടുത്തേ. സർ ഗേൾസ് കൂടെ. പെമ്പിള്ളേരുടെ കൂടെ കുടിച്ചിട്ട് കറങ്ങാല്ലേ രാത്രിയിൽ? Yes, sir, സ്റ്റേഷനിൽ വാ, അളിയ, സംസാരിക്കാം. അതെന്റെ അച്ഛന്റെ ഫ്രണ്ടാണ്, രാമേന്ദ്രൻ സാർ. പോണ നീ സമയം. നോക്കിയാൽ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? സർ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് സർ. സർ ആദ്യം ഫോൺ പോക്കറ്റിലേക്ക്. കോൺസ്റ്റബിൾ, ആ വണ്ടി ഒന്ന് സൈഡിലാക്കേ. നമസ്കാരം. എന്താ രമേശേ? ഒന്നുമില്ല സാറേ, ഞാൻ ശകലം ബിയർ കഴിച്ചിട്ടുണ്ട്. ഏയ്, അത് കുഴപ്പമില്ല, നീ പോയി. കുഴപ്പമില്ലല്ലോ. പ്രശ്നമില്ല. അല്ല, വേറെന്താ വിശേഷം? അത് ഞങ്ങളുടെ ഫ്രണ്ടാണ്. അത് ശരി, വിടണോ? ആ പയ്യന്മാരെ പിടിച്ചു വെച്ചേക്ക്. ആ ആ പെണ്ണിനെ ഞാൻ കൊണ്ടുപോകും. ഓക്കെ. വാടാ, സർ. ഇങ്ങ് വാ. ലൈസൻസ് ഒക്കെ ഒറിജിനൽ തന്നെയാണോ? എടാ, ഇൻഷുറൻസ് ഉണ്ടോ കയ്യില്? കോപ്പി ഒന്നും പോരാ, ഒറിജിനൽ വേണം. ഒറിജിനൽ മനസ്സിലായോ? തരാം സർ.
അതെ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും ആ വണ്ടിയിൽ പോയിരിക്കും. ഡ്രോപ്പ് ചെയ്യണോ ഞാൻ? വിശ്വസിക്കാം, നല്ല സ്വഭാവം. വിശ്വസിക്കുന്നവർ ഒരിക്കലും വഞ്ചിക്കില്ല. നിങ്ങളുടെ ഫ്രണ്ട് അവനിറങ്ങി നടന്നു പോക്കോളൂ. എനിക്ക് ഈ സീനിലെ ഡയലോഗ് ഒന്നുമില്ലേ? ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ വന്നത്. അങ്ങോട്ട് നോക്ക്. ബൈ രവി. ഇടാ, ഇത് നേരത്തെ പറയാൻ പാടില്ല. താങ്ക്സ് ഫോർ ദ ഐഡിയ. ഹായ്. വാ രേവതി, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. നിന്റെ തോർത്ത് കയറിട്ടോ. അയ്യോ, ഇതവൻ പറഞ്ഞില്ലല്ലോ. നീ വെള്ളം ഓടിക്കാറില്ല? ബാറിൽ കണ്ടപ്പോ കയ്യിൽ ജ്യൂസ് ആയിരുന്നല്ലോ. നോ, അതെന്താ? ഇൻട്രസ്റ്റ് ഇല്ല. നീ കുടിക്കോ? ഇല്ല. ബിയർ കുടിക്കുമല്ലേ? ഒരല്പം കുടിക്കും. എന്താ ചെയ്യുന്നത്? അയ്യോ, ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ ദേഹം തട്ടിയോ? അയ്യോ, ലൈഫിൽ എന്താ ചെയ്യുന്നത്? ഞാനോ? ബികോം ആർട്സ് കോളേജ് സെക്കൻഡ് ഇയർ. നീ? ബിടെക് ആർക്കിടെക്ചർ. കണ്ടാ വെള്ളക്കാരിയെ പോലെ തോന്നും. ദിവസം അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ. അച്ഛൻ ബ്രിട്ടീഷ്, അമ്മ ബ്രാഹ്മൺ. അച്ഛൻ കാരണം പകുതി കൾച്ചർ പോയിന്ന് പറഞ്ഞ് അമ്മ അമ്പലത്തിലേക്ക് ഫോഴ്സ് ചെയ്ത് അയക്കും. പിന്നെ അത് ഇഷ്ടമായി. ഇനി നിന്നോട് സംസാരിക്കണമെങ്കിൽ എന്നും അമ്പലത്തിൽ വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ? ഓക്കെ, ബൈ. ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ. എന്താണ് അവസാനം ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലേ? എടാ, വെറുതെ രാവിലെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കില്ല. എടാ, പെൺകുട്ടികളെന്ന് പറഞ്ഞ ദോശ പോലെയാ. നമ്മളൊക്കെ ദോശ കല്ല് പോലെയും. എല്ലാവർക്കും ദോശയുടെ രുചിയാണ് അറിയാവുന്നത്. ദോശക്കല്ലിന്റെ ത്യാഗം അറിയില്ല. ഇപ്പൊ എന്തിനാടാ ഈ പഴഞ്ചൊല്ലൊക്കെ പറയുന്നത്? അത് കുറച്ചുനാൾ മുൻപ് ഓർത്ത് വെച്ചതാ. ഇപ്പോഴാ പറയാൻ പറ്റിയ സമയം വന്നത്. ടൈമിങ് ഒട്ടും ശരിയല്ല. രമേശ്, ഇങ്ങി വാ. നീ ഇങ്ങോട്ട് വാ. കലക്കി ബ്രോ. ആ, ഹേമ, ഹേമ, ഹേമയ്ക്ക് ഹേമ. ഒരു ബിയർ വാങ്ങിച്ചോണ്ട് വരുമോന്ന് ചോദിച്ചു. ബിയറാ? ഇന്നലെ ചോദിച്ചപ്പോ വെള്ളം അടിക്കില്ല എന്നല്ലേ എന്നോട് പറഞ്ഞ? നീ ചോദിച്ചപ്പോ തൊട്ട് അവക്ക് അടിക്കണോന്നൊരു തോന്നല്. അത് ശരി. ക്ലബിലും പബ്ബിലും പോകാനൊക്കെ റിച്ച് ബോയ്സും ബിയർ വാങ്ങാനും ചെറിയ പണിക്കൊക്കെ ഞങ്ങളും. ശരി, വേണ്ട. വേണ്ട, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ വാങ്ങിക്കൊണ്ടുവരല്ലേ പറഞ്ഞേ. വെറുതെ അല്ല ബിയറിനൊക്കെ വില കൂടുന്നത്. എന്താടാ, നമ്മളെക്കാൾ സ്പീഡിലാണല്ലോ. എന്തൊരു കയ്പായത്. അയ്യോ 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 അയ്യോ, ഈ അമൂല്യ നിധി ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇതെന്താടാ, നാഗപ്പാട്ട് തുടങ്ങാൻ പോവാണോ? അയ്യോ അമ്മ. ഞാൻ സ്റ്റഡിയാ. റെഡി? ഓക്കേ. എന്താടി? എടാ, നമ്മളെ പറ്റിയാണോ? ഇവളെന്താ ഈ ജോക്കൊന്നും പറയാതെ ചിരിക്കണം? എന്നെ കണ്ട ഓക്കെ അല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ നിനക്ക്? മിണ്ടായിരിക്കടാ, ഹീറോ ഫ്രണ്ട്. നീ എന്താ ഹീറോയിനാണോ? ഹീറോയിന്റെ ഫ്രണ്ട് അല്ലേ? അവനോടൊന്ന് കൊടുക്കടി. അവൻ പറഞ്ഞു എന്നെ എന്തിനാ അടിക്കുന്നത്? ഏയ്, മിണ്ടി പോരുത്, മിണ്ടി പോരുത്, മിണ്ടരുത്, മിണ്ടരുത്. ഇതാണോടാ വെള്ളക്കാരി? ഏയ്, ഇവിടെ നോക്ക്. ഈ കണ്ണ് നോക്കടോ. നീ കാണാൻ സുമാറാ. സുമാറാ നീ. എന്നാ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ അവിടെ എന്താടാ ചെയ്തേ? എന്താ ചെയ്തെന്നറിയോ? എന്താ നീ ചെയ്തെന്നറിയോ? എന്താ ചെയ്തേ ഹേമ? ഡിസ്റ്റർബ് ചെയ്യലടാ പന്നി. Do you know how it feels? ഒന്ന് വിളിച്ചത് പോയി. കഴിച്ചിട്ട് കാണിക്കുന്ന അല്പം കൂടുതലല്ലേ? അറിയാ, അവളെ അടിച്ചതൊക്കെ ഓക്കെ. എന്നാ അവൾ അടിച്ചതിന്റെയും ചീത്ത വിളിച്ചതിന്റെ നടുവില് എന്തോ ഒന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതേടെ ബ്രോ, അത്രയും കഴിച്ചിട്ടും നീ സുന്ദരനാണെന്നോള് പറഞ്ഞല്ലോ. ഓ എന്റെ പൊന്നെ, നീ തന്നെയാടാ സുന്ദരൻ. സമ്മതിച്ചു. ഓക്കെ. അതല്ലടാ, എന്തോ ഒന്ന് ചെയ്യുന്നത്. എന്തോ തോന്നുന്നു പോലെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അങ്ങനെ എന്തോ പറഞ്ഞില്ലേ? ഇതിന്ന് എന്താ മനസ്സിലായ? നീ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നിനക്കൊന്നും അറിയില്ലടാ. പെട്ടെന്നല്ലേ എന്റെ റിയാക്ഷൻ ഒന്ന് മാറിയത്.
ഹീറോയിന്റെ കൂടെ ഹീറോയിന്റെ ഫ്രണ്ടില്ലെങ്കിൽ സ്വയം എണീറ്റ് പോകണം നിനക്ക് അറിയില്ല അളിയാ. എഴുന്നിട്ട് പോടാ. എന്നെ കൊണ്ട് പോകാൻ വയ്യ. ഇവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് കൂടുതലാണ്, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അവിടെ പോയിട്ട് നീ എന്ത് സംസാരിക്കാനാ? ഡാ, ഡാ. സോറി, ഇന്നലെ അടിച്ചേ. അടിച്ചോ? ഇല്ലല്ലോ. ഓ, എന്നാ അതിന്റെ ഇടയ്ക്ക് എന്തോ എന്നോട് പറഞ്ഞില്ലേ, ഡിസ്റ്റർബൻസ് ഇവിടെ ഫീൽ, ഹൗ യു ഫീൽ എന്നൊക്കെ. പറഞ്ഞു ഞാൻ? ആ. ഇല്ലല്ലോ. ആ, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ എന്നെ അടിച്ചായിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞില്ല. അപ്പൊ ഇന്നലെ പറഞ്ഞതൊന്നും ഓർമ്മയില്ലല്ലേ? സമ്മതിക്കാലോ. എന്താ സമ്മതിക്കണ്ട? പറഞ്ഞെന്ന്. എന്ത് പറഞ്ഞെന്ന്? I wish to play one of the games. എനിക്കും കളിക്കണം. എന്താ അത്? നമ്മൾ രണ്ടുപേരും ഡാർജിലിംഗിൽ പോവാ. വീട്ടിലെന്താ പറയാ? ഹാപ്പി ഫസ്റ്റ് ഇയർ ലവ് ആനിവേഴ്സറി. എന്താടാ ആലോചിക്കുന്നത്? അല്ല, ഞാനെപ്പോഴും അരവിന്ദിൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒന്നും വിളിക്കാറില്ലായിരുന്നു. ഹേമ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം അരവിന്ദ് എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. അവനെ കണ്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 വർഷമായി. അവനും അതുപോലെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവന് മനസ്സിലാവുന്നുണ്ട് നമ്മൾ അവനെ അവോയ്ഡ് ചെയ്താൽ ഓരോന്നും ചെയ്യുന്നതെന്ന്. പക്ഷെ എന്തൊക്കെയായാലും ശരി, നാട്ടിൽ പോയ ഉടനെ അച്ഛനോടും അരവിന്ദിനോടും എല്ലാ കാര്യങ്ങളും തുറന്നങ്ങ് പറയണം. എന്നിട്ട് ഹേമ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 1 വർഷത്തിനുള്ളിൽ നല്ലൊരു ജോലി സമ്പാദിച്ച് ഹേമയെ ഞാൻ കെട്ടാൻ പോവുകയാളിയാ. അതിനുശേഷം എൻ്റെ അച്ഛനും അമ്മയും ഹേമയും നീയും അരവിന്ദും ആൻറ്റിയും നന്നായിരിക്കും അല്ലേ? ആ, എന്താളിയാ, എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? നീ കോളേജ് എക്സ്കർഷന് പോകുമ്പോൾ അതേ കോളേജിൽ പഠിക്കുന്ന ഞാൻ ഈ എക്സ്കർഷന് വരാൻ പാടില്ലേ? അളി, ഞാൻ സത്യമായിട്ട് നിന്നോടല്ല. അവിടെ നിന്ന് പറഞ്ഞാൽ മതി, ഞാൻ കേട്ടോളാം. ഡാ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അളിയാ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യം തോന്നുന്നില്ല. നീ അതേ ചെയ്യൂ. എടാ, വെറുതെ എങ്ങനെയൊന്നും പറയല്ലേ. അവനെ ഹേർട്ട് ചെയ്യാനല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അളിയെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനൊരു മതി. പെണ്ണിനെ ഒന്നും പറയണ്ട, ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. നിനക്കിപ്പോൾ എന്നേക്കാൾ ഇവനല്ലേ പ്രധാനം? അല്ലെങ്കിൽ നീ എല്ലാം എന്നോട് പറഞ്ഞിരുന്നല്ലേ? ഞാനും ഇതുപോലെ അവനെ കൂട്ടുപിടിച്ച് നിന്നെ ഒഴിവാക്കി നടന്നിരുന്നെങ്കിൽ നിനക്ക് എന്ത് വിഷമമുണ്ടാവുമായിരുന്നു? നിങ്ങളെ രണ്ടുപേരും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. അത് തെറ്റായിപ്പോയി. ഇനി ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം. നിനക്ക് ഒട്ടും കുറ്റബോധമില്ല അല്ലേ? നീ ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന. നിൻ്റെ ഈ മുഖം ഇങ്ങനെ ചമ്മി നിൽക്കുന്നത് കാണാനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് തന്നെ. ഇനി നാട്ടിൽ വരുമ്പോൾ വീട്ടിലേക്കൊന്നും വരാൻ നിൽക്കണ്ട. നിന്റെ ഒന്നും മുഖം എനിക്ക് കാണണ്ട. നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഹേ കുമാർ, നീ എങ്ങോട്ടാ നോക്കുന്നേ? ഇങ്ങോട്ട് നോക്കടാ. എന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല, കുറച്ച് കഴിയട്ടെ. Okay, ba. I got something for you. എന്താ ഡള്ളായിരിക്കുന്നു? ഒന്നുമില്ല. Okay, open my gift. എന്താ ഇത്? ഇതാ നമ്മളെ ജീവിക്കാൻ പോകുന്ന വീട്. ഇത് ഹാൾ, where we will hang out with our friends. ഇത് കിച്ചൺ, where you will hold me from behind. And this is our master bedroom, where, you know our... അറിയാം, പറ. ഇത് ബാൽക്കണി, ഇത് ഗാർഡൻ. You like it? ഇതിലെൻ്റെ അച്ഛനും അമ്മയും എവിടെ താമസിക്കുക? നിങ്ങളുടെ അച്ഛനും അമ്മയും ഇപ്പോഴുള്ള വീട്ടിൽ താമസിക്കും. തമാശ പറയല്ലേ. എൻ്റെ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മുടെ വീടാവും? പറ, അച്ഛൻ്റെ അമ്മയുടെ റൂം എവിടെയാ? രമേഷ്,
ഈ പ്ലാൻ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു സ്വപ്നമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് എൻ്റെ ഒരു സ്വപ്നമാണ്. ശരി, അത് നിന്റെ സ്വപ്നമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഞാൻ നിന്റെ സ്വപ്നത്തിൽ ഒരു ചെറിയ വര മാത്രം വരയ്ക്കാം. ദാ ഇതെൻ്റെ പാരൻസ് റൂം. ഇപ്പം ശരിയല്ലേ? രമേശ്, നമ്മൾ ഈ വീട്ടിൽ താമസിക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇപ്പോഴുള്ള വീട്ടിൽ താമസിക്കും. നമ്മൾ എല്ലാ വീക്കെൻഡിലും അവരെ പോയി കാണും. അല്ല, വീക്കെൻഡിൽ പോയി കാണാൻ എൻ്റെ അച്ഛനും അമ്മ എന്താ സിനിമ തിയേറ്ററാ? ഇപ്പൊ എന്തിനാ എന്നോട് വഴക്കിടുന്നത്? പിന്നല്ലാതെ. എൻ്റെ അച്ഛൻ ഇപ്പം 56 വയസ്സായി, അമ്മയ്ക്കാണെങ്കിൽ 52 തികയുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അവരെന്നെ അനാഥനാക്കില്ലല്ലോ. പിന്നെ എനിക്കെങ്ങനെ ഈ പ്രായത്തിൽ അവരെ അനാഥരാക്കാൻ പറ്റും? ഞാൻ അവരെ അനാഥരാക്കാൻ പറഞ്ഞില്ല. ഞാൻ അവരെ നന്നായിട്ട് നോക്കും രമേശ്. അവർ പറയുന്നതെല്ലാം അനുസരിക്കും, ബഹുമാനിക്കും. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ജീവിക്കണമെന്ന എൻ്റെ ഡ്രീം. ഞാൻ എങ്ങനെ അവരെ തനിച്ചാക്കി വരുന്ന നീ വിചാരിച്ചത്? ഞാൻ വരുന്നില്ലേ? നീയും വാ. വേണ്ട, നീ നിന്റെ അച്ഛനും അമ്മയെ കൂട്ടിക്കൊണ്ടുവാ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. എന്നെ കളിയാക്കുകയാണോ? ട്രൈ ടു ബി സ്മാർട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ജസ്റ്റ് വോണ്ട് വർക്ക്. സെയിം, ഇറ്റ്സ് ജസ്റ്റ് വോണ്ട് വർക്ക്. അതെന്താ അത്രയ്ക്ക് സ്വാർത്ഥയെ പോലെ നീ സംസാരിക്കുന്നത്? സ്വാർത്ഥയോ? ഞാൻ സ്വാർത്ഥയോ? ഇപ്പൊ എന്തിനാ എന്നെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? I just told you how I wanted to live. But for you, it's all about you. What about me? What about my dreams? എന്തോടി ലൈഫ് ഡ്രീം? നീ എന്തൊക്കെയായി പറയുന്നത്? ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ നിസ്സാര കാര്യം ഊതി വേർപ്പിക്കുക. നീ എന്നോട് അച്ഛനും അമ്മയും വിട്ടിട്ട് വരാൻ പറഞ്ഞത് നിനക്ക് നിസ്സാരം മാറ്ററാ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. സ്റ്റോപ്പ് മേക്കിംഗ് മീ ലുക്ക് ലൈക്ക് മാഡ് വില്ലൻ. ഇപ്പൊ എന്താ ഞാൻ പറയണ്ടേ? എനിക്കിത് ഇമ്പോർട്ടൻ്റാ. ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന എൻ്റെ ആഗ്രഹം. നീ അല്പം പോലും അത് കൺസിഡർ ചെയ്യാതെ നെഗ്ലക്ട് ചെയ്യാം. നാളെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ എന്നെ കൺട്രോൾ ചെയ്യാൻ വന്ന ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചിട്ട് വരാൻ പറയുന്ന ആരെയും എനിക്ക് വേണ്ട. ഞാൻ വേണ്ടേ നിനക്ക്? പറയടാ, ഞാൻ വേണ്ടേ? വേണ്ട. നിനക്ക് മതിയോ? ഞാൻ പോയി ചത്തോളാം. അതിനുശേഷം എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നാകാൻ കഴിഞ്ഞിട്ടില്ല. അരവിന്ദും എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയി. 1 വർഷം എങ്ങനെയാ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. നന്നായിട്ടുണ്ടോ നോക്കെടുത്തി? നന്നായിട്ടുണ്ട്. ഹായ് ആൻറ്റി. എടാ, നമ്മുടെ അരവിന്ദിന് കല്യാണം ഉറച്ചിരിക്കുക. പെട്ടെന്ന് അവൻ ഇങ്ങനെ ഒരു കല്യാണം എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. പെട്ടെന്നായിരുന്നു എഴുതി. നല്ലൊരു കുടുംബ. അരവിന്ദും ബിസിനസ് ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്. പെണ്ണിനെ അവന് നല്ല ഇഷ്ടായി. എത്ര നാളാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക്. അല്ല മോനെ, നീ അവനോട് സംസാരിക്കാറില്ലേ? വഴക്കാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അവനോട് സംസാരിച്ചോളാം. ശരി മോനെ. അമ്മ, ഞാൻ താഴെയുണ്ട്. എടാ, അവൻ കുറച്ച് ഓവറാ കേട്ടോ. നമ്മൾ എത്ര പ്രാവശ്യം പോയി സംസാരിച്ചതാ? അതിന് മാത്രം എന്ത് തെറ്റാ നീ ചെയ്തേ? അവൻ അറിയാത്തൊരു പെണ്ണിനെ സ്നേഹിച്ചു, അത്രയല്ലേ ഉള്ളൂ. അരവിന്ദാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നു. ഇപ്പൊ കല്യാണവും കഴിഞ്ഞ് സെറ്റിൽ ആവാൻ പോവാ. നീയാണെങ്കിൽ ഈ തടിയന്റെ കൂടെ എപ്പോഴും കളിച്ചടക്കുക. അച്ഛൻ നിനക്ക് ഓഫീസിൽ ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? ഒന്ന് സമ്മതിക്കടാ. എനിക്ക് നിന്റെ കല്യാണം നടന്നു കാണാൻ ആഗ്രഹമില്ലേ? അതെ, ഇനിയിപ്പോ അതിന്റെ കുറവും കൂടെ ഉള്ളൂ. ശരി, ഞാൻ ജോലിക്ക് പൊയ്ക്കോളാം അച്ഛനോട് പറഞ്ഞേക്കാം. സത്യമായിട്ടും പറഞ്ഞതാ? പറഞ്ഞേക്കാം. ഞാൻ ഇപ്പൊ തന്നെ പറയാൻ പോവാ. അപ്പൊ ഞാൻ നിന്നോട് വരട്ടെ? എന്താ, ഞാൻ പാർക്കിലേക്കാണ് പോകുന്നത് കൂട്ടിന് വരാനായിട്ട്. അവന്റെ ഇൻവിറ്റേഷൻ ഒന്ന് നോക്കട്ടെ. വലിയ താജ്മഹലല്ലേ കാഴ്ച കാണാനായിട്ട്. നോക്ക് നോക്ക്. ഹേമ, ഹായ്. ഹായ്. കാണാൻ തന്നെ ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. സത്യമായിട്ടും എനിക്ക് അരുൺ നിന്റെ കസിൻ ആണെന്ന് അറിയില്ല. നമ്മൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം ലവ് മാരേജിൽ ഇൻട്രസ്റ്റ് ഇല്ല. വീട്ടുകാരൻ നിർബന്ധിച്ചപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പോഴാ അരുൺ നിന്റെ കസിനാണെന്ന് അറിഞ്ഞത്. ഓ, ഐ ഹാഡ് ടു ടോക്ക് ടു യു ആഫ്റ്റർ ദാറ്റ്. കാരണം നമ്മളൊക്കെ നാളെ ഒരു ഫാമിലി ആവാൻ പോകുന്നവരല്ലേ. നമ്മുടെ ഇടയിലൊന്നും ഓക്വേർഡായിട്ട് ഉണ്ടാവാൻ പാടില്ല.
ഇല്ല, അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. വി ഹാവ് ടു മൂവ് ഓൺ. എൻ്റെ കസിൻ നല്ലവനാ. നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കും. താങ്ക്സ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ശരി, ഒരു മിനിറ്റ്. അരവിന്ദ് അവൻ്റെ അമ്മയെ വിട്ടിട്ട് വരാമെന്ന് സമ്മതിച്ചല്ലോ അല്ലേ, തനിച്ച്? അല്ല, അതായിരുന്നല്ലോ നമ്മുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നം. ആ കാരണത്തിലല്ല നമ്മൾ വേർപിരിഞ്ഞത്. എന്തിനാ പിരിഞ്ഞതെന്ന് പോലും നിനക്കറിയില്ല. ഷെയിം. ഇറ്റ്സ് ദ വേ യു ട്രീറ്റഡ് മീ. ഞാൻ ഇറങ്ങാം. ബൈ. എടാ, എനിക്ക് വിഷമം തോന്നാം. ഞാൻ പറയുന്ന കേൾക്ക്, നമുക്ക് പുറകോട്ട് പോവാം. എടാ, പോടാ.